ചില കഥകൾ അത്രമേൽ ജീവിതഗന്ധിയാണ്. കിർഗിസ്ഥാൻ എന്ന് പറയുന്നിടത്ത് ഇപ്പോഴും നടന്നുവരുന്ന ചില അനാചാരങ്ങളുണ്ട്. അലാക്കച്ചു എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. പാരമ്പര്യമായ ട്രഡീഷണൽ രീതിയിലുള്ള വിവാഹമാണത് എന്നൊക്കെ പറയുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം വെളിവാക്കുന്ന ഒരു സിനിമയിലേക്ക് നമുക്ക് ചെന്നു നോക്കിയാലോ? കഥ ആരംഭിക്കുന്നത് കിർഗിസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ നിന്നുമാണ്. 19 വയസ്സുകാരി സീസിൻ എന്ന പെൺകുട്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. ഓടി 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 അവൾ ഒരു വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്തെത്തി നിന്നു. കുറച്ചു കഴിഞ്ഞതും സീസിമിന്റെ സഹോദരിയും ഓടിയെത്തി. അപ്പോഴാണ് വ്യക്തമാകുന്നത് ഇരുവരും ഒരു ഓട്ടമത്സരം നടത്തുകയായിരുന്നു. വീട്ടിലേക്ക് ആദ്യം എത്തുന്നത് ആരാണ്? അതാണ് ഓട്ടമത്സരത്തിലെ വിഷയം. സീസിമിന് തന്റെ ഇളയ സഹോദരിയോട് ഒരുപാട് സ്നേഹമുണ്ട്. എപ്പോഴും അവരൊന്നിച്ച് കളിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു. വീട്ടിൽ സീസിമിന് പിന്നെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേയുള്ളൂ. സീസിമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്താട്. സീസിമിന്റേത് ഒരു അണുകുടുംബമായിരുന്നു. അച്ഛനും അമ്മയും സഹോദരിയുമാണ് അവൾക്കുള്ളത്. പരമ്പരാഗത വിശ്വാസങ്ങളുമായി ജീവിക്കുന്ന കുടുംബം. സീസിമിന്റെ സ്കൂൾ പഠനം പൂർത്തിയായിരുന്നു. നഗരത്തിൽ പോയി തുടർ പഠനം നടത്തണം എന്നാണ് സീസിം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനാദ്യം നഗരത്തിൽ പോയി ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതണം. പക്ഷേ സീസിമിന്റെ അമ്മയ്ക്ക് അവളങ്ങനെ തുടർന്ന് പഠിക്കണം എന്ന കാര്യത്തിൽ ആഗ്രഹമൊന്നുമില്ല. വീട്ടുജോലികളൊക്കെ പഠിച്ച് വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബമായി അവൾ ജീവിക്കണം എന്നേ അമ്മ ചിന്തിക്കുന്നുള്ളൂ. സീസിം അന്നമ്മയോട് എക്സാം എഴുതാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പോലും അമ്മ പറഞ്ഞത് നീ വീട്ടുജോലികളൊക്കെ നന്നായി നോക്കി പഠിക്കാൻ നോക്ക്, എന്നാലേ കൊള്ളാവുന്ന ആരെങ്കിലും ഒന്ന് നിന്നെ കെട്ടുള്ളൂ എന്ന മട്ടിലായിരുന്നു. സീസിം അമ്മയോട് തനിക്കിപ്പോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും പഠിക്കാൻ നഗരത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ അമ്മ അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. അമ്മ പഠനത്തിന് സമ്മതിക്കും, അതുമായി ബന്ധപ്പെട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയായിരുന്നു സീസിമിന്റെ സ്വപ്നം. പക്ഷേ അമ്മ കൂടി കൈയൊഴിഞ്ഞപ്പോ സീസിമിന് താൻ ഒരുപാട് ഒറ്റപ്പെട്ട പോലെ തോന്നി. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ചെയ്തേ പറ്റൂ. സീസിം ഒന്ന് ചിലത് ആലോചിച്ചുറപ്പിച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന സീസിം ഉറങ്ങിയതേയില്ല. പുലർച്ചയോടെ എഴുന്നേറ്റ് ബാഗൊക്കെ പാക്ക് ചെയ്ത് അവൾ വീട് വിട്ടിറങ്ങി. പോകുന്നതിനു മുമ്പ് അച്ഛനും അമ്മയ്ക്കുമായി അവൾ ഒരു കത്തും എഴുതി വെച്ചിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും സീസിം ചിന്തിച്ചത് പാരന്റ്സിനെ പറ്റിയായിരുന്നു. അവരിപ്പോ ഉണർന്നു കാണും, എന്റെ കത്തടക്കം വായിച്ചു കാണും. യാത്രയ്ക്കൊടുവിൽ അവൾ ആ നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. നേരെ എക്സാം ഹാളിൽ എത്തിയ അവൾ എക്സാം എഴുതിക്കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വന്നപ്പോ അവളെ സ്വീകരിക്കാൻ എന്ന മട്ടിൽ അക്സാന എന്ന പെൺകുട്ടിയുണ്ടായിരുന്നു. അക്സാന സീസിമിന്റെ അയൽക്കാരിയാണ്. പണ്ട് അവളെപ്പോലെ നാട് വിട്ട് ഓടിപ്പോന്ന പെൺകുട്ടി. തന്റെ കൂടെ താമസിക്കാൻ അക്സാന സീസിമിനെ കൂട്ടി. അക്സാന അവിടെത്തിയാണ് തുടർ പഠനം പൂർത്തിയാക്കിയത്. ഇപ്പോൾ അവൾ അവിടെ നല്ലൊരു ജോലി ചെയ്യുന്നു. സ്വന്തമായി അവൾ കാറടക്കം വാങ്ങിയിട്ടുണ്ട്. അവളുടെ വിജയം സീസിമിന് പ്രചോദനം നൽകിയിരുന്നു. അവൾ ഇത്രയധികം സക്സസ് ആയെങ്കിലും പിന്നീട് അവളുടെ വീട്ടുകാർ അവളെ തിരികെ സ്വീകരിച്ചതേയില്ല. പലതവണ തന്റെ അമ്മയെ മീറ്റ് ചെയ്യാനൊക്കെ അവൾ ശ്രമിച്ചതാണ്. പക്ഷേ അവർക്ക് നാണക്കേടുണ്ടാക്കിയതാണ്. വീട് വിട്ടുപോയ അവളെന്ന് പറഞ്ഞ് അവളെ അവർ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ ചെറിയ പ്രായത്തിലെ വിവാഹം ചെയ്തയക്കും. അതാണ് കുടുംബത്തിന്റെ അന്തസ്സായി അവർ കരുതുന്നത്. അല്ലാത്തതെന്തും കുടുംബത്തിന് വലിയ നാണക്കേടാണ്. മറുവശത്ത് സീസിമിന്റെ പാരന്റ്സ് കത്ത് വായിച്ചിരുന്നു. അവർ സീസിമിനെ പറ്റി ഡിസ്കസ് ചെയ്തു. സീസിമിന്റെ അച്ഛൻ പറഞ്ഞു, അവളുടെ പക്കൽ ഒരുപാട് പണമൊന്നുമില്ലല്ലോ, കയ്യിലെ പണം തീരുമ്പോ തനിയെ വീട്ടിലേക്ക് തിരികെ വന്നോളും, അതുവരെ നമ്മളൊന്ന് മാനേജ് ചെയ്താൽ മതി. സീസിമിന്റെ അമ്മയ്ക്കായിരുന്നു മൊത്തത്തിൽ ദേഷ്യം. അയൽക്കാരോടും മറ്റും എന്തു പറയും, അവരെന്നെ കളിയാക്കും. അമ്മ ചിന്തിച്ചത് അക്കാര്യങ്ങൾ മാത്രമായിരുന്നു. ഇതേസമയം നഗരത്തിലെത്തിയ സീസിമാകട്ടെ വെറുതെ ഇരുന്നതേയില്ല. അടുത്ത ദിവസം തന്നെ അവൾ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ ഒരു ബേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു ചെന്നവൾ ജോലിക്കായി അപേക്ഷിച്ചു. ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ തനിക്കറിയാമെന്ന് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും അവൾ അവിടെ ഒരു ജോലി നേടിയെടുത്തു. എക്സാമിന്റെ റിസൾട്ട് വരാൻ കുറച്ച് നാളുകൾ എടുക്കും. അതുവരെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം, അതായിരുന്നു അവളുടെ ഉള്ളിൽ. 2 ദിവസങ്ങൾ കടന്നുപോയി. ഗ്രാമത്തിൽ അയൽക്കാരായ ആളുകളും മറ്റും സീസിമിന്റെ അമ്മയോട് ചോദ്യങ്ങൾ ആരംഭിച്ചു. സീസിമിനെ കണ്ടിട്ട് 2 ദിവസമായല്ലോ, അവളിത് എവിടെ പോയി? അമ്മ കള്ളം പറഞ്ഞു, അവൾ അവളുടെ ആന്റിയുടെ വീട്ടിൽ പോയതാ, 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഗ്രാമത്തിലെ ആളുകൾ വെറുതെ ഇരിക്കുമോ? അവിടെ ഉടുപ്പൊക്കെ വിടുത്തിയിടുകയായിരുന്ന അക്സാനയുടെ അമ്മയെ ചൂണ്ടിക്കാണിച്ച് അവർ പറഞ്ഞു, ആ ദാ അക്സാനയുടെ അമ്മയുണ്ടല്ലോ, അവളും ഇതുപോലൊക്കെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം എന്താ എന്ന് കണ്ടതാണല്ലോ, എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൊണ്ടുപോയി തലയിടൽ ഗ്രാമത്തിലെ ആളുകളുടെ പതിവായിരുന്നു. ഒരു മനുഷ്യനെയും സന്തോഷത്തോടെ ജീവിക്കാൻ വിടുന്നത് അവർക്കത്ര ഇഷ്ടമേ അല്ലാത്ത പോലെ. ദിവസങ്ങൾ കടന്നുപോയി
പോയിക്കൊണ്ടിരുന്നു. സീസിം എന്നും പോയി മെയിൽ ബോക്സ് ചെക്ക് ചെയ്യും. തന്റെ അഡ്മിഷനും സ്കോളർഷിപ്പും സംബന്ധിച്ച ലെറ്റർ വന്നോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദിവസങ്ങൾ പോയിട്ടും ലെറ്റർ ഒന്നും വന്നിരുന്നില്ല. സീസിം നിരാശയിൽ ആണ്ടുപോവാൻ ആരംഭിച്ചു. അക്സാന അപ്പോഴും അവൾക്ക് പ്രതീക്ഷ നൽകി. കാത്തിരിക്കൂ, എന്തായാലും നിനക്ക് അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞു. പതിയെ പതിയെ അക്സാന സീസിമിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും ആരംഭിച്ചു. ബുദ്ധിമുട്ടിയാണെങ്കിലും അവൾ ഡ്രൈവിംഗ് വേഗത്തിൽ പഠിച്ചെടുക്കുന്നുണ്ടായിരുന്നു. തന്റെ ഓരോ സ്കില്ലുകളും വർദ്ധിപ്പിക്കാൻ സീസിം നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ പലപ്പോഴും ജോലിസ്ഥലത്തേക്ക് കുറച്ച് വൈകിയാണ് അവൾ എത്തിയിരുന്നത്. അന്നും അതുപോലെ ഒരു ദിവസമായിരുന്നു. അവൾ ജോലിസ്ഥലത്തേക്ക് കുറച്ച് വൈകിയെത്തി. ജോലിക്ക് നിന്നിരുന്ന പെൺകുട്ടി കുറച്ച് ദേഷ്യത്തിലായിരുന്നു. വൈകിയെത്തിയതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞെങ്കിലും അവളോട് ക്ഷമ പറഞ്ഞ് സീസിം ജോലിക്കായി കയറി. കുറച്ചു കഴിഞ്ഞ് ഷോപ്പിലേക്ക് 3 യുവാക്കൾ കടന്നു വന്നു. അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞു പോയ പെൺകുട്ടിയെ പറ്റിയായിരുന്നു അവർ സീസിമിനോട് ചോദിച്ചത്. അവൾ അവളുടെ ഷിഫ്റ്റ് കഴിഞ്ഞു പോയല്ലോ എന്ന് സീസിം മറുപടി പറഞ്ഞു. പിന്നാലെ അങ്ങോട്ടേക്ക് വന്നെത്തിയവർ ആ പെൺകുട്ടിയുടെ വീട്ടഡ്രസ്സും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കാൻ ആരംഭിച്ചു. സീസിമിന് എന്തോ പന്തികേട് തോന്നി. അവൾ പറഞ്ഞു അവൾക്ക് സുഖമില്ല, വയ്യെന്നും പറഞ്ഞാ പോയത്. മിക്കവാറും ഇനി 2-3 ദിവസം കഴിഞ്ഞേ ജോലിക്ക് വരൂ. അതും കേട്ട പയ്യന്മാർ പുറത്തേക്കിറങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് ജോലിയൊക്കെ തീർന്ന് സീസിം തന്നെ വാതിലൊക്കെ ലോക്ക് ചെയ്ത് ഷോപ്പിൽ നിന്ന് പുറത്തു വന്നപ്പോ നേരത്തെ വന്ന അതേ 3 പയ്യന്മാരുണ്ടല്ലോ, അവർ ബലമായി സീസിമിനെ പിടിച്ചു. ശേഷം അവളൊരു കാറിലേക്ക് കയറ്റി തട്ടിക്കൊണ്ട് പോവാൻ ആരംഭിച്ചു. തന്നെ വിടുവെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ഒച്ച വെക്കുകയും ബഹളം കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരാരും അവളെ മോചിപ്പിച്ചതേയില്ല. കാർ ചെന്ന് നിന്നത് പർവ്വത നിരകളിലുള്ള ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിലെ കുറെ ആളുകൾ അവർക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പിടിച്ചുകൊണ്ടുവന്ന സീസിമിനെ അവരൊരു വീട്ടിലേക്ക് കയറ്റി. അവിടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നിരിക്കുന്നു. അവിടെ നിന്നിരുന്ന ഗ്രാമത്തിലെ പല ജനങ്ങളും ദേ വധു വന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സീസിമിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. അവർ പിടിച്ചുകൊണ്ടുവന്ന സീസിമിനെ അകത്തേക്ക് കൊണ്ടുപോയതും ബലമായി പിടിച്ചുവെക്കുന്നതും വിവാഹത്തിനൊരുക്കുന്നതുമെല്ലാം ആ ഗ്രാമത്തിലെ സ്ത്രീകൾ തന്നെയായിരുന്നു. അവർക്ക് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. കിർഗിസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നു പോന്നു വരുന്ന ആചാരമാണിത്. വധുവിനെ തട്ടിക്കൊണ്ട് എവിടെ നിന്നെങ്കിലും വരും. ശേഷം വിവാഹം നടത്തും. അതവരുടെ പരമ്പരാഗത രീതിയാണ്. കുറ്റകൃത്യമാണെങ്കിലും നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന രീതി. സീസിമിന്റെ തലയിൽ സ്കാർഫ് ധരിപ്പിക്കാൻ അവിടുത്തെ സ്ത്രീകൾ ശ്രമിച്ചു. ആ സ്കാർഫ് ധരിച്ചു കഴിഞ്ഞാൽ അവൾ വിവാഹത്തിന് തയ്യാറായി എന്നാണ് അർത്ഥം. സീസിം പ്രതിരോധിച്ചെങ്കിലും ബലം പ്രയോഗിച്ചവർ സീസിമിന്റെ തലയിൽ ആ സ്കാർഫ് ധരിപ്പിച്ചു. സീസിമിന് അപ്പോഴേക്കും കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരുന്നു. അവളും ആ നാട്ടുകാരിയാണല്ലോ. പ്രതിരോധിക്കാൻ ഒരു പരിധിക്കപ്പുറം അവൾക്ക് സാധിച്ചില്ല. അവളുടെ വിവാഹം അവളുടെ അനുവാദമില്ലാതെ നടന്നു. ഡെർബക്ക് എന്നൊരു യുവാവായിരുന്നു അവളെ വിവാഹം കഴിച്ചത്. അങ്ങനെ ആദ്യ രാത്രി എത്തി. മുറിയിൽ സീസിം അടച്ചിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് അവൾക്കൊരു പിടുത്തവുമില്ല. അവൾ വിവാഹിതയായി കഴിഞ്ഞിരിക്കുന്നു. ദുഃഖത്തോടെ ഇരിക്കുന്ന അവളുടെ അടുത്തേക്ക് അവളുടെ ഭർത്താവ് നടന്നു കയറി. അയാളെത്തി അവളുടെ ശരീരത്തിൽ കൈവച്ചു. ആ സ്പർശം കൊണ്ട് തന്നെ അവൾ കരയാൻ ആരംഭിച്ചിരുന്നു. പക്ഷെ അവളുടെ വാക്കുകൾക്ക് ആര് വില കൽപ്പിക്കാനാണ്? അന്ന് അവൾക്ക് മേൽ നടന്നത് തീർച്ചയായും ഒരു ബലാത്സംഗം തന്നെയായിരുന്നു. അവളുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ ഭർത്താവായി രാവിലെ വിവാഹം കഴിഞ്ഞെത്തിയ ആ വ്യക്തി അവളെ കീഴ്പ്പെടുത്തി. പക്ഷേ ഇതെല്ലാം അവിടുത്തെ ട്രഡീഷനായി കരുതപ്പെടുന്നു. മറ്റാരും ചോദ്യം ചെയ്യാത്തതുകൊണ്ട് അത് തുടർന്നും പോരുന്നു. അടുത്ത ദിവസം പുലർച്ചെ അവൾ കന്യകയായിരുന്നോ എന്ന തരത്തിലുള്ള ടെസ്റ്റ് പോലും നടന്നു. സീസിമിന് ഇതൊക്കെ കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ. വെറുമൊരു ഉപകരണം പോലെ, ഒരു വസ്തുവിനെ പോലെ അവൾ അവിടെ ഉപയോഗിക്കപ്പെട്ടു. അവൾക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഒരു ജയില് പോലായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടത്. പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. പക്ഷെ അതത്ര എളുപ്പമല്ല. ഒരു ദിവസം ഡിന്നർ ടേബിളിൽ ഡെർബിക്കിന്റെ കാറിന്റെ ചാവി അവൾ നോക്കിക്കണ്ടു. ഡെർബിക്കിന്റെ അമ്മ അത് ശ്രദ്ധിച്ചിരുന്നു. അവളുടെ ഉദ്ദേശം എന്താണെന്നും ആ അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ ഒരു വാഹനത്തിന്റെ സേവനമില്ലാതെ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മലനിരകളിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അധികം വൈകാതെ സീസിമിന് മുമ്പിൽ ഒരു അവസരം വന്നു. ഒരാൾ കുതിരപ്പുറത്തേറി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ കുതിരപ്പുറത്തേറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ സീസിം ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവൾ പിടിക്കപ്പെട്ടു. ഡെർബിക്ക് അവളെ പിടികൂടി ബലം പ്രയോഗിച്ച് തിരികെ എത്തിച്ചു. അതിന്റെ പേരിൽ അവൾക്കൊരുപാട് ശകാരം കേൾക്കേണ്ടി വന്നു, മർദ്ദനം ഏൽക്കേണ്ടി വന്നു. പക്ഷേ സീസിം പഴയ പോലെ മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നില്ല. തന്നോട് പറയുന്നതിന് അവൾ എതിര് പറയാൻ ആരംഭിച്ചു. കുറച്ചെങ്കിലും ധൈര്യം കാട്ടാൻ തുടങ്ങി. അടുത്തൊരു ദിവസം സീസിം തുണി അലക്കി ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്ന ശബ്ദം കേട്ടത്. അവൾ നോക്കിയപ്പോൾ ആ വണ്ടിയിൽ വന്നിറങ്ങിയത് അവളുടെ കുടുംബാംഗങ്ങളായിരുന്നു.
അച്ഛനും അമ്മയും സഹോദരിയും അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഡെർബിക്കിന്റെ കുടുംബാംഗങ്ങളായിരുന്നു സീസിമിന്റെ ഭാവമാറ്റം കണ്ട് അവരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ തന്റെ കുടുംബം തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്ന് സീസിം പ്രതീക്ഷിച്ചിരുന്നു. ഒന്നും തന്നെ നടന്നില്ല. അവരെ സംബന്ധിച്ച് പരമ്പരാഗത രീതിയിൽ തങ്ങളുടെ മകളുടെ വിവാഹം നടന്നിരിക്കുന്നു. അതിപ്പോൾ എന്താണെങ്കിലും അവർക്ക് അഭിമാനമുള്ള കാര്യമാണ്. എല്ലാവരുടെയും മുമ്പിൽ അതവരുടെ അന്തസ്സുയർത്തുകയേയുള്ളൂ. സീസിമിന്റെ വളർത്താടിനെ അവിടെ കൊണ്ടുവന്നാക്കി സീസിമിന്റെ ബന്ധുമിത്രാദികളെ കണ്ട് വിരുന്നൊക്കെ സ്വീകരിച്ച് അവർ മടങ്ങാനിറങ്ങി. തന്നെ കൊണ്ടുപോവാൻ പറഞ്ഞ് സീസിം യാചിച്ചെങ്കിലും അതൊന്നും അവർ ചെവികൊണ്ടില്ല. തങ്ങൾക്കെന്തോ നല്ലത് നടന്നു എന്ന വിശ്വാസമായിരുന്നു സീസിമിന്റെ കുടുംബത്തിന്. തങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്തതാണ് എന്നുള്ളതൊന്നും അവരെ ബാധിച്ചിരുന്നേയില്ല. അതൊക്കെ ട്രഡീഷനാണല്ലോ എന്നത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. സീസിമിനെ അവിടെ വിട്ട് അവർ മടങ്ങിപ്പോയി. സീസിം കുറെ നേരം ആ കാറിന് പിന്നാലെ ഓടിയിരുന്നു. പക്ഷേ നിരാശയിൽ നിൽക്കാനേ അവൾക്കൊടുവിൽ സാധിച്ചുള്ളൂ. ഏറെ നിരാശയിൽ പർവ്വത നിരയിലേക്ക് അവൾ നടന്നു നീങ്ങി. അവിടെ ഇരിക്കുമ്പോഴായിരുന്നു അവളുടെ ഭർത്താവ് ഡെർബിക് അങ്ങോട്ടേക്ക് വന്നത്. സീസിം ഡെർബിക്കിനോട് ചോദിച്ചു, എന്നെ ഇവിടെ നിന്ന് പോവാൻ നിങ്ങൾ അനുവദിക്കാത്തത് എന്താണ്? ഡെർബിക് പറഞ്ഞു, കുറച്ച് ദിവസം കൂടി എടുക്കും, അത് കഴിഞ്ഞ ഓക്കെ ആയിക്കോളും. എന്തൊക്കെയാവുമെന്നാണ് പറയുന്നത്? സീസിമിന് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഓരോ നിമിഷവും അവളെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. പിന്നാലെ സീസിം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ തട്ടിക്കൊണ്ടുപോകുന്നത്? ആ സമയം ഡെർബിക് പറഞ്ഞു, നിന്നെയായിരുന്നില്ല, നിന്റെ മുമ്പിലുണ്ടായിരുന്ന ഷിഫ്റ്റിലെ ആ പെൺകുട്ടിയില്ലേ, അവളെയായിരുന്നു ഞാൻ നോക്കി വെച്ചിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോ അവള് പോയി കഴിഞ്ഞു. അവളിനി കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂവെന്നും പറഞ്ഞു. ഇവിടാണെങ്കിൽ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഒരു പെൺകുട്ടിയുമായിട്ടല്ലാതെ ഞാൻ തിരികെ എത്തിയാൽ എല്ലാവരും എന്നെ കളിയാക്കും, ഒറ്റപ്പെടുത്തും. എനിക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് നിന്നെ തട്ടിക്കൊണ്ടുപോകുന്നത്. സീസിമിനും എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ തന്നെ തുടർന്നു. തന്റെ ആടിനെ പരിപാലിച്ചു. ആകെയുള്ള സന്തോഷം അവൾക്കതുമാത്രമായിരുന്നു. മറുവശത്ത് സീസിമിന്റെ സ്കോളർഷിപ്പ് ലെറ്റർ വന്നിരുന്നു. അക്സാനയുടെ കയ്യിൽ അത് കിട്ടിയപ്പോ അക്സാന അതുമായി സീസിമിന്റെ വീട്ടിലേക്ക് ചെന്നു. സീസിം വീട്ടിലേക്ക് പോയതായിരിക്കും എന്നായിരുന്നു അക്സാന ചിന്തിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോ സീസിം എവിടെയെന്ന ചോദ്യത്തിന് അവളുടെ അമ്മ മറുപടി പറഞ്ഞില്ല. അക്സാനയെ എന്റെ മകൾക്കിപ്പോ നല്ലൊരു ജീവിതമുണ്ട്, നീ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയായിരുന്നു ചെയ്തത്. സീസിമിന്റെ അഡ്രസ് ഒന്ന് പറയാൻ അക്സാന ആവശ്യപ്പെട്ടെങ്കിലും സീസിമിന്റെ അമ്മ ഒന്നും പറഞ്ഞതേയില്ല. അപ്പോഴാണ് എതിർ വീട്ടിൽ നിന്ന് വരുന്ന തന്റെ അമ്മയെ അക്സാന കാണുന്നത്. അക്സാനയെ കണ്ടതും അവർക്ക് ദേഷ്യം വന്നിരുന്നു. നീ കാരണം ഗ്രാമത്തിലുള്ള ഒറ്റ ഒരാളും എന്നോട് മിണ്ടുന്നില്ല, നീ ഞങ്ങളുടെ അന്തസ് കളഞ്ഞു കുളിച്ചു, നീ നശിച്ചു പോവത്തേയുള്ളൂ എന്ന് പറഞ്ഞ് അവർ വീടിനകത്തേക്ക് കയറി ഗേറ്റ് അടച്ചു. പക്ഷെ അക്സാനയ്ക്ക് അത് മനസ്സിൽ വലിയ ഭാരമായിരുന്നു സൃഷ്ടിച്ചത്. തന്റെ അമ്മയും സീസിമിന്റെ അമ്മയും കേൾക്കാൻ പാകത്തിന് അക്സാന ഉറക്കെ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളെക്കാൾ വലുതാണ് നിങ്ങളുടെ അന്തസ്സും അഭിമാനവും, നിങ്ങളോടൊക്കെ എന്തു പറയാനാണ്? നിരാശയിൽ അവൾ തിരികെ കാറിലേക്ക് കയറി അവിടെ നിന്നും ഓടിച്ചുപോയി. മറുവശത്ത് സീസിമാകട്ടെ ഓരോ ദിവസവും കഷ്ടപ്പെടുകയാണ്. ഓരോരുത്തരും അവളോട് ഇത് ശരിയാകും, ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. തങ്ങൾക്കൊക്കെ ഇതുപോലൊക്കെയായിരുന്നു സംഭവിച്ചത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അതിൽ മോള് വിഷമിക്കൊന്നും വേണ്ട. ഒരിക്കൽ പ്രായമേറിയ സ്ത്രീ അവളുടെ അടുത്തു വന്നിരുന്നു പറഞ്ഞു. പക്ഷേ ആലോചിക്കും തോറും സീസിമിന്റെ വിഷമം കനത്തുവന്നു. സ്ത്രീകൾ തന്നെ മറ്റു സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കുന്നു, എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നു. എല്ലാ ദിവസവും രാത്രി അവളുടെ ഭർത്താവ് ഡെർബക്ക് അവളുടെ അടുത്തെത്തും, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ആദ്യമൊക്കെ സീസിം പ്രതികരിക്കുമായിരുന്നെങ്കിലും പിന്നീട് അവൾ പ്രതികരിക്കാതെയായി. ശവം പോലെ അയാൾക്കായി കിടന്നുകൊടുക്കും. പക്ഷെ അപ്പോഴും അവളുടെ ഉള്ളിൽ അവിടെ നിന്നെങ്ങനെ രക്ഷപ്പെടും എന്ന ചിന്തകൾ മാത്രമായിരുന്നു. പക്ഷെ അധികം വൈകാതെ ഒരു ദിവസം മറ്റൊരു ദുരന്തം കൂടി സീസിമിനെ തേടിയെത്തി. അവൾ വളർത്തിയിരുന്ന അവളുടെ പ്രിയപ്പെട്ട ആടിനെ അവർക്കൊന്ന് കറിവെച്ചു. സീസിമിന് സങ്കടം സഹിക്കാൻ സാധിച്ചില്ല. അവിടെ അവൾക്കാകെയുണ്ടായിരുന്ന ആശ്വാസം ആ ആട് മാത്രമായിരുന്നു. അതിനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത ദിവസം വസ്ത്രങ്ങൾ അലക്കുവാൻ ഡെർബെക്കിന്റെ അമ്മ അവൾക്ക് വസ്ത്രങ്ങൾ ഇട്ടുകൊടുത്തു. ഓരോന്നുമെടുത്ത് സാധനങ്ങളൊക്കെ എടുത്തുമാറ്റി വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കെ അവൾക്ക് പോക്കറ്റിലുണ്ടായിരുന്ന ഡെർബെക്കിന്റെ കാറിന്റെ താക്കോല് കിട്ടി. അതാണ് അവസരം. അവൾ മനസ്സിലാക്കി. ഒട്ടും മടിച്ചില്ല. അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാറിനടുത്തെത്തിയ അവൾ ഡെർബക്കിന്റെ കാറെടുത്ത് അവിടെ നിന്ന് പാഞ്ഞുപോയി. മറ്റുള്ളവർ ഓടിയെത്തിയെങ്കിലും അവളെ പിന്നിലാക്കി വേഗത്തിൽ അവൾ കാറ് പായിച്ചിരുന്നു. അവിടെ നിന്ന് പോന്നവൾ എത്തിച്ചേർന്നത് തന്റെ ഗ്രാമത്തിലേക്കാണ്. സ്കൂൾ വിട്ടു വരികയായിരുന്ന തന്റെ സഹോദരിയെ അവൾ നോക്കിക്കണ്ടു. ഇരുവരും പരസ്പരം കണ്ട് അത്രമേൽ സന്തോഷിച്ചിരുന്നു. സഹോദരിയോട് അവൾ കുറച്ച് സംസാരിച്ചു. പക്ഷെ ഒരുപാട് നേരം അങ്ങനെ തുടരാൻ പറ്റില്ല. എത്രയും വേഗം നഗരത്തിലേക്ക് എത്തണം. പോകുന്നതിന് മുമ്പ് അവൾ തന്റെ സഹോദരിയോട് പറഞ്ഞു, പറ്റുകയാണെങ്കിൽ സമയം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇനിയും മോളെ കാണാൻ വരും. വൈകാതെ കാറെടുത്ത് അവൾ നഗരം നോക്കി യാത്ര തിരിച്ചു. പക്ഷെ പോകുന്ന വഴിയിൽ വണ്ടിയിലെ പെട്രോൾ തീർന്നു. കാറ് പാതിവഴിയിൽ
വഴിയിൽ നിന്നു. ഇതേസമയം മറുവശത്ത് ഡർബക്കാകട്ടെ സീസിമിനെ അന്വേഷിച്ച് സീസിമിന്റെ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. നടന്നു പോകുന്ന സീസിമിന്റെ സഹോദരിയെ കണ്ട് സീസിമിനെ പറ്റി അവർ തിരക്കി. പക്ഷേ സഹോദരി സീസിമിനെ പറ്റി അവർക്കൊന്നും പറഞ്ഞുകൊടുത്തില്ല. തനിക്ക് സീസിമിനെ പറ്റി ഒരു അറിവുമില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. മറുവശത്ത് സീസിം ആകട്ടെ പെട്രോൾ തീർന്ന വണ്ടി ഉപേക്ഷിച്ച് മുമ്പോട്ട് സഞ്ചരിക്കാൻ ആരംഭിച്ചു. വരുന്ന വണ്ടികൾക്ക് ലിഫ്റ്റ് ചോദിച്ചു. ഒടുവിൽ ഒരു വാൻ നിർത്തി. നഗരത്തിലേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് അവൾ ചോദിച്ചപ്പോ അയാൾ പ്രതിഫലം ആവശ്യപ്പെട്ടു. സീസിമിന്റെ പക്കൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ തന്റെ കമ്മലുകൾ ഊരി അയാൾക്ക് കൊടുത്തു. ശേഷം ആ വണ്ടിയുടെ പിന്നിൽ ചെന്നിരുന്നു. വാഹനം മുന്നിലേക്ക് ചലിച്ചു. നഗരം ലക്ഷ്യമാക്കി കുതിച്ചു. സീസിമിന് വല്ലാത്തൊരു സമാധാനം തോന്നി. സ്വാതന്ത്ര്യത്തിലേക്ക് താൻ നടക്കുന്ന പോലെ ഒരുപക്ഷെ തന്റെ സ്വപ്നങ്ങളിലേക്ക്. നഗരം കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും. സൂക്ഷ്മതയിൽ ജീവിച്ചാൽ ഇനി അവളെ തിരികെ കൊണ്ടുപോവുക അസാധ്യമാണ്. ബ്രൈഡ് കിഡ്നാപ്പിംഗ് എന്ന പേരിൽ കിർഗിസ്ഥാനിൽ ഇപ്പോഴും തുടരുന്ന ഈ ട്രഡീഷന്റെ പിന്മറയിൽ നടക്കുന്ന കുറ്റകൃത്യത്തിന്റെ വിവരം പുറം ലോകത്തെത്തിച്ച് അക്കാഡമി അവാർഡ് പോലും ലഭിച്ച ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.